1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. അയ്യപ്പ സ്വാമി, മരിച്ചവള് പൂജിച്ച വിഗ്രഹമാണ്. അതിനെ ഇതിനകത്ത് വെക്കാൻ പാടില്ല. ഗതിയില്ലാതെ നടക്കുക. ഇനി അവളായിരിക്കോ കഥ തട്ടുന്നത്? ആരാ? ഞാനാമേ. ഇവനെന്താ ഈ നേരത്ത്? പറയാം, ഈ വാളും തുറന്നേ. ഒന്ന് തുറക്കമ്മേ. വരുന്നടാ. എന്താടാ? അമ്മേ, മോളിപ്പോ വിളിച്ചായിരുന്നേ. ഈ പാതിരാത്രിയിലോ? ആ, ഉണ്ണിയുടെ അമ്മയും അവളെ കണ്ട് പേടിച്ചെന്ന്. ലക്ഷ്മിയെ കണ്ട് പേടിച്ചെന്ന്. അപ്പോ വേഗം പറഞ്ഞത് സത്യമായില്ലേ? ചുമ്മാ തോന്നുന്നു. ഇതൊക്കെ ചിലപ്പോ അവരുടെ തോന്നലായിരിക്കും അമ്മേ. എടാ, അങ്ങനെയല്ലടാ പ്രതാപ, അങ്ങനെയല്ല. അവളുടെ പ്രേതമുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പ്രേതമായിരിക്കും. ആ പ്രേതമുണ്ടല്ലോ അവളുടെ ശത്രുക്കളുടെ മുന്നിലെല്ലാം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. നീ കേട്ടോ? എന്ത് കേട്ടോന്ന്? നീ കേട്ടോ എന്തെങ്കിലും? ഞാനൊന്നും കേട്ടില്ല. ചിലങ്കയുടെ ശബ്ദം കേട്ടോ? അമ്മേ, അത് ചീവീട് കരയുന്ന. ചീവീട് ഇപ്പൊ ചിലങ്കയുടെ ശബ്ദത്തിലാണോടാ കരയുന്നത്? അമ്മ, ഇനിയിപ്പോ എന്ത് കേട്ടാലും അത് അവളുടെ ആത്മാവാണെന്ന് നമുക്കൊക്കെ തോന്നും. പ്രതാപ, ഈ നായ്ക്കൾക്കൊക്കെ പേയാ. ഇപ്പോ ഈ പേ പിടിച്ച നായ്ക്കളെ പോലെ അല്ല ഇപ്പൊ ഓരോരോ നായ്ക്കൾ കരഞ്ഞോണ്ടിരിക്കുന്നേ. ആ വൃത്തികെട്ട ജന്തുക്കളുടെ കരച്ചില് കാരണം ഞാൻ കുറച്ചു മുമ്പ് അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ. അതിനിടയില നീ വന്ന് തട്ടി വിളിച്ചത്. ഇനി ഉറങ്ങാൻ പറ്റിയ ഭാഗ്യം. ഉറങ്ങാൻ പറ്റുമേ? നാളെ നമുക്ക് തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് പോകണ്ടല്ലേ? ആ, അതിനു മുമ്പ് നമുക്ക് മറ്റൊരിടം വരെ പോണം. എവിടെ? നമ്മുടെ കാട്ടിനകത്ത് ഒരു കരിങ്കാലിയുടെ ക്ഷേത്രമുണ്ട്. അവിടുത്തെ പൂജാരി ഉണ്ടല്ലോ, മഹാമാന്ത്രികനാ. അയാളെ കൊണ്ടൊരു രക്ഷ എഴുതി നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടണോടാ. പിന്നെ ഒരാത്മാവും നമ്മളെ ശല്യം ചെയ്യത്തില്ല. അതുമാത്രമല്ല, നിന്റെ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞു വന്ന നമുക്ക് ഉടൻ തന്നെ ഒരു മന്ത്രവാദം ഇവിടെ നടത്തണം അയാളെ കൊണ്ട്. അവൾ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെ അലഞ്ഞു തിരിഞ്ഞു വരുവാണെങ്കിൽ ആ ആത്മാവിനെ ആവാഹിച്ച് അയാളുടെ അമ്പലത്തിലെ ആൽത്തറയിൽ കൊണ്ടുപോയി തറക്കെട്ടടാ. അയാള് ചുട്ടകോഴിയെ പറപ്പിക്കുന്ന കക്ഷിയാണെന്നൊക്കെയാ കേട്ടിട്ടുള്ളേ. അത് പിന്നെ പറയണോ? കാട്ടില് വെളുപ്പിന് 3 മണിക്ക് അമ്പലം തുറന്ന് കരിങ്കാളിയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രവാദിയാ. അങ്ങേർക്ക് ഒരു മാടനെ മറുതെ പ്രേതത്തിന് ഒന്നും പേടിയില്ലാത്ത കൂട്ടത്തിലാ. അയാളെ കണ്ടിനി പ്രേതങ്ങളെ പേടിക്കാതിരുന്നാ മതി. എന്നാ പിന്നെ കഥ കടച്ച് കിടന്നോമ്മേ. നാളെ അതിരാവിലെ തന്നെ നമുക്ക് ആ കാട്ടിനകത്തുള്ള അമ്പലത്തിനകത്ത് എത്തണല്ലേ?
എന്റെ പൊന്നെ, ഈ ജന്തുവിന് ഉറക്കമില്ലേ? എങ്ങനെ ഉറങ്ങാന്? അവളെ എവിടെയൊക്കെ തന്നെ കാണും. ഞാനാണല്ലോ. ഇനി ഏതായാലും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കേണ്ടി വരും. മന്ത്രവാദി എഴുതി കെട്ടിയ രക്ഷ എന്റെ കയ്യെ കേറുന്നത് വരെ അവളെ പേടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ഇപ്പൊ എന്തായി? അപ്പച്ചിയുടെ നല്ല ജീവൻ ഇന്നലെ പോയെന്നാ കേട്ടെ. അല്ല, ഈ പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും പേടിയില്ലാത്ത കൂട്ടത്തിലായിരുന്നു ദുർഗ. എന്നിട്ടും അവള് മഹാലക്ഷ്മിയെ കണ്ടെന്ന് പറയുമ്പോ അതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റത്തില്ല. ജീവിച്ചിരുന്നപ്പോഴും അവള് സ്വസ്ഥത തന്നിട്ടില്ല. മരിച്ചപ്പോ പിന്നെ പറയും വേണ്ട. എന്തൊരു ജന്മോ അവളുടേതെന്ന് ആലോചിക്കുക. എന്റെ അമ്മേ, അവളെ കണ്ട ശേഷം എനിക്ക് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. എങ്ങനെ പറ്റും? നീ അമ്മയെ വിളിച്ചായിരുന്നോ മോളെ? വിളിച്ചു. അമ്മയെ ഏട്ടത്തെ കണ്ട് നന്നായിട്ട് പേടിച്ചെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ആരും രാത്രി സമയത്ത് പുറത്തേക്ക് ഇറങ്ങണ്ട. ഇതുപോലുള്ള ദുരാത്മാക്കൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഉണ്ടോ? വീട്ടിനകത്തേക്ക് വരുന്ന കള്ളന്മാരാണെങ്കിൽ നമുക്ക് വീട് നന്നായി ലോക്ക് ചെയ്യാമെന്ന് വെക്കാം. ഇതുപോലുള്ള ആത്മാക്കളെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കേ ഒരു താക്കോൽ ദ്വാരം മതി അകത്തേക്ക് വരാൻ. ഏട്ടത്തിയെ ദ്രോഹിച്ചവരെയൊക്കെ ഏട്ടത്തി ഇപ്പൊ ശല്യം ചെയ്തോണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവളെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യേണ്ടത് പ്രതാപനെ അയാളുടെ അമ്മയല്ലേ? അവള് കണ്ണന്റെ ഭാര്യയായതിനു ശേഷമല്ലേ നമ്മളൊക്കെ വേദനിപ്പിച്ചു തുടങ്ങിയത്? എന്നാ കുഞ്ഞുനാൾ മുതലേ പ്രതാപനും അയാളുടെ അമ്മയും ഒക്കെ അവളെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുള്ളതല്ലേ? അങ്ങനെയുള്ളപ്പോ നമ്മളെക്കാളൊക്കെ മുന്നേ പ്രതാപന്റെയും അയാളുടെ അമ്മയുടെ അടുത്തേക്കല്ലേ അവള് ചെല്ലേണ്ടത്? എന്റെ അമ്മ, എനിക്ക് ഇജാതി ഐറ്റങ്ങളൊന്നും പേടിയില്ലാതിരുന്നതാ. ഇതിപ്പോ രാത്രി എന്ന് കേട്ട പേടിയായി തുടങ്ങി. മേഘേട്ടൻ പേടിക്കേണ്ടതേ ഏട്ടത്തിയുടെ ആത്മാവിനെ അല്ല, പോലീസിനെയാ. ഒരു ദയയും കാണിക്കാതെ ഏട്ടത്തെ കത്തിച്ചു കളഞ്ഞില്ലേ? അത് കണ്ണേട്ട് നിസ്സാരമായി കാണുന്ന് കരുതണ്ട. നിനക്കെന്താണിപ്പോ മരിച്ചവളോട് ഇത്രയും സഹതാപം? പോയവള് പോയി. ഇനി അതിനെപ്പറ്റി വീട്ടിലുള്ളവർ വിളിച്ചു പോയിട്ട് പുറത്തുള്ളവരവളെ കൊന്നൂന്നറിയണ്ട. പോയവള് പോയി. പോലീസിനെ പട്ടാളത്തിനെയും നമുക്ക് അടക്കി നിർത്താം. കണ്ണനെയും കുറച്ച് കഴിയുമ്പോ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം. മേഘ, നീ ഒന്നേ വാ. ഇനി നിലയ്ക്ക് നിർത്തേണ്ടത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അവളുടെ ആത്മാവിനെയാ. എത്രയും പെട്ടെന്ന് അതിനൊരു വഴി കാണണം. ജീവിച്ചിരിക്കുന്നവളെ എങ്ങനെ അടക്കി നിർത്താനാ? എന്റെ അമ്മ ഭയക്കുന്നതില് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എന്റെ ജീവിതം നശിപ്പിച്ചവൻ ഭയന്ന് നിലവിളിക്കട്ടെ. എനിക്ക് തൽക്കാലം അമ്മയുടെ അടുത്ത് നിന്ന് ഇതൊക്കെ മൂടി വെച്ചേ പറ്റൂ.
ജ്വാലശൂലിനി ദുഷ്ട നിവാരിണി ഓം ഭട്ട് സ്വാഹ. അമ്മേ മഹാമായേ ഓം കാളി കരിങ്കാളി ഭദ്രകാളി മഹാകാളി നമസ്തുതേ. ഓം ജ്വാലശൂലിനി ദുഷ്ട നിവാരിണി ഹും ഭട്ട് സ്വാഹ. അമ്മേ മഹാമായേ ദേവി ഓം കാളി കരിങ്കാളി ഭദ്രകാളി ഓം ഭട്ട് സ്വാഹ നമസ്തുതേ. ഓം കരിങ്കാളി നമസ്തുതേ. ഓം കാളി ഭദ്രകാളി കരിങ്കാളി. കാണുന്നുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട്. ആള് ചില്ലറക്കാരിയല്ല. കരിങ്കാളി അവൾ ഈ രക്ഷയിൽ ഒതുങ്ങുമെന്ന് നോക്കാം. എന്റെ ഈ രക്ഷയെ ബഹുമാനിച്ചില്ലെങ്കിൽ അവളെ ഏതെങ്കിലും ആലിൽ തറയ്ക്കും ഞാൻ. പിന്നെ അതിനകത്തിരുന്ന് അവൾ ശ്വാസം മുട്ടേണ്ടി വരും. ഓം കാളി ഓം കാളി കരിങ്കാളി മഹാകാളി കരിങ്കാളി ഭദ്രകാളി ഓം ഭട്ട് സ്വാഹ. ഓം കരിങ്കാളി കൈ കാണിക്കൂ. ഓം മഹാകാളി ഓം ഭദ്രകാളി കരിങ്കാളി മഹാകാളി ഓം സ്വാഹ. ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ മരുമോന്റെ അമ്മ ഉൾപ്പെടെ രണ്ടുപേരാണ് ഇപ്പൊ പ്രേതത്തെ കണ്ട് പിടിച്ചിരിക്കുന്നത്. അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. എന്റെ രക്ഷയിൽ തീരാത്ത പ്രേതബാധകളില്ല. കരിങ്കാളി ഇത് കരിങ്കാളിക്ക് കുങ്കുമാർച്ചന ചെയ്ത പ്രസാദമാണ്. ഈ കുങ്കുമം എന്നും രാവിലെ നെറ്റിയിൽ തൊടണം. കർക്കിടകമല്ലേ, അതുകൊണ്ട് ഒരു ഉഴിച്ചിലിനും പിഴിച്ചിലിനും പോവാ തോമസ് വൈദ്യന്റെ അടുത്ത്. തോമസ് വൈദ്യനെ അറിയോ? കൊള്ളാം. അറിയോന്നോ? ഞാനും പോയി കിടന്നിട്ടുണ്ട് ഒരു 4-5 ദിവസം. മന്ത്രവാദത്തിൽ ഞാൻ കുലപതിയാണെങ്കിൽ ആയുർവേദത്തിൽ അങ്ങേരും കുലപതിയാ. വീഴ്ചിലും പിടിച്ചിലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി കഴിഞ്ഞാ വീട്ടിലൊരു ഹോമം സ്വാമി നടത്തി തരണം. അതിനെന്താ, സമയവും കാലവും തീരുമാനിച്ചോളൂ. ഇനി മരിച്ചവളെ സ്നേഹിക്കാനായിട്ട് മരിച്ച മറ്റാത്മാക്കൾ വല്ലതും മരുന്നുണ്ടെങ്കിൽ ഞാനൊരു മന്ത്രവാദവും പൂജയും സാറിന്റെ വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ദുരാത്മാക്കളും സാറിന്റെ വീടിന്റെ 7000 വരത്തില്ല. ഓ ശരി സ്വാമി, ഞങ്ങൾ പോയിട്ട് വരുന്ന മുറയ്ക്ക് വിളിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ദേ, ഈ മരിച്ചവൾ കുറച്ച് പെശക എങ്കിലും ഈ രക്ഷ കയ്യിലുള്ളത് കൊണ്ട് അടുക്കത്തില്ല. രാത്രിയിൽ അപശബ്ദങ്ങൾ എന്തെങ്കിലും കേട്ടാൽ രക്ഷയിലൊന്ന് അമർത്തി പിടിച്ചോണം. ആയിക്കോട്ടെ സ്വാമി. ദക്ഷിണ. ഓം കരിങ്കാളി. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. നിങ്ങളെല്ലാരും പോയി തൊഴിലിട്ട് വരൂ. എല്ലാ സ്ഥലത്തും പോയി തൊഴിലിട്ട് വരൂ. പോയിട്ട് വരൂ. അമ്മേ മഹാമായേ ഭദ്രകാളി. കുഴപ്പമില്ല അമ്മേ മഹാമായേ ദേവി. ഏത് ക്ഷേത്രത്തിൽ പോയി എന്ത് രക്ഷ കിട്ടിയിട്ടും കാര്യമില്ല മഹി. സ്വഭാവം നന്നല്ലെങ്കിൽ ദൈവം തിരിഞ്ഞു കുത്തും. കാടിനകത്തൊരു അമ്പലമുണ്ട്. അവിടുത്തെ പൂജാരിയെ കണ്ടാൽ തന്നെ പേടിയാവും. അവിടേക്ക് പോയെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ആ പൂജാരിക്ക് കുറച്ച് പൈസ കിട്ടും. മേഘന ഇയാളെ കണ്ടതുകൊണ്ട് പ്രതാപനും അയാളുടെ അമ്മയ്ക്കും ഭയം കാണും. അതുകൊണ്ട് പൈസ വാരി എറിയുന്ന കാര്യം ഉറപ്പാ. അങ്ങനെയും കുറച്ച് പൈസ പോട്ടെ കണ്ണ. ഇനി മഹിയെ അവരും കൂടി നേരിട്ട് കണ്ടു കഴിഞ്ഞാ പിന്നെ പൂജാരി ചോദിക്കുന്ന പൈസ മഹിയുടെ രണ്ടനച്ചൻ വാരി എറിഞ്ഞു കൊടുക്കും. ആരോ വന്നു തോന്നുന്നു.
ഞാൻ നോക്കാം. ഒന്ന് ഈ കൈ ഒന്ന് ഒതുക്കി തരൂ. എന്റെ മോനെ കണ്ണാ ലക്ഷ്മിയെ കാണാനുണ്ടെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ മുതല് ഞാനും എന്റെ അമ്മയും മോനെ വന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആ അതെ കണ്ണ, അതെ. ഞങ്ങള് വലിയ വിഷമത്തിലാ. ഞങ്ങൾക്കൊക്കെ ലക്ഷ്മിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയതില് കുറച്ച് അസൂയെ കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് അവളെ കണ്ണന്റെ അടുത്തുനിന്ന് വേർപെടുത്തണമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ സ്നേഹത്തോടെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തതോ? അയ്യോ, ഞങ്ങളോ? അയാളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടിട്ട് ഗുണ്ടകൾക്ക് കാശെറിഞ്ഞു കൊടുത്തതോ? അയ്യോ, അത് നിന്റെ തെറ്റിദ്ധാരണയാ മോനെ. ആ, ഒരു തെറ്റിദ്ധാരണയില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. എന്തറിയാവുന്ന മോനി പറയുന്നേ? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ കണ്ണനും കണ്ണന്റെ കൂട്ടുകാരനൊക്കെ അങ്ങ് ദേഷ്യം വരും. കണ്ണ, കാണാതായ ഞങ്ങളുടെ കൊച്ചിനെ കുറിച്ച് അപവാദം പറയുകയാണെന്ന് കരുതരുത്. ആ മേഘൻ ലക്ഷ്മിയുടെ പിന്നാലെയൊക്കെ നടന്നു എന്ന് പറയുന്നതല്ല സത്യം. അവന്റെ പിന്നാലെ ലക്ഷ്മി ആയിരിക്കും നടന്നത്. അതെ, അവർക്കങ്ങനെ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാ കണ്ണനൊന്ന് സൂക്ഷിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ മാത്രമല്ല, മഹിയും സൂക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഏത് നിമിഷവും മരണമായിട്ട് ആള് പിന്നാലെയുണ്ടെന്ന് മഹി എപ്പോഴും പറയുമായിരുന്നു. എന്റെ മഹിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. പക്ഷേ കുറച്ചു മുമ്പ് മഹി ഇവിടെ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോ നിങ്ങളെന്താ അങ്ങ് ഞെട്ടിയത്? ഞങ്ങൾ എന്തിനാ ചേട്ടുന്ന? ലക്ഷ്മി ഇപ്പൊ ഇവിടെ വന്നോ? ചെറിയ മയക്കത്തില് അയാളതെ ഇവിടെ എന്റെ അരികിൽ വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പോ രണ്ടാൾക്കും ആശ്വാസമായല്ലോ. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു അനന്തു? അല്ല, ഇന്നലെ രാത്രി എന്ത് സംഭവം ഉണ്ടായേ? അത് ഇന്നലെ രാത്രി ഈ ബെഡിൽ എന്റെ അരികിൽ വന്ന് കിടന്നു എന്റെ മഹി. അത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവളുടെ പ്രേതത്തെ ആയിരിക്കും ഇവൻ കണ്ടത്. ആഗ്രഹങ്ങൾ ഒരുപാട് ബാക്കി വെച്ചിട്ട് മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഇവിടേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയുമെന്ന് കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങളൊക്കെ കൊന്ന മഹിയുടെ ആത്മാവായിരിക്കും അതെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയൊന്നും പറയാതറ. നിന്റെ മഹിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കൃത്യമായിട്ട് അറിയാവുന്നത് ഇവർക്കൊക്കെയാ. എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമുക്കതിനെ പറ്റിയൊക്കെ എന്തറിയാനാ? അതെ മോനെ, നെറ്റിയിൽ ഈ ചുവന്ന കുറിയുണ്ടോ? കണ്ട, ഞങ്ങള് ഉഗ്രശക്തിയുള്ള ഒരു കരിങ്കാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാ വരുന്നേ. അതെ, ലക്ഷ്മി മോളും മടങ്ങി വരണമെന്ന് നെഞ്ചു പൊട്ടിയാ പ്രാർത്ഥിച്ചത്. പിന്നെ ഇവൻ അർച്ചനെ വഴിപാടും ഒക്കെ നടത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. ലോകത്ത് ഇതുപോലുള്ള ജീവികളെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ലക്ഷ്മി പോയതില് മോൻ എന്തുമാത്രം സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. പിന്നെ കർക്കിടകമായിട്ട് മോനെ വന്നൊന്ന് കാണണം. ഇവിടെ 1-2 ദിവസം കിടക്കുകയും വേണം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത്. മോൻ അറിയാവുന്നല്ലേ, ഒരുത്തൻ എന്നെ തല്ലി സഹിച്ചിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല. ശരീരം ഒന്ന് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി തോമസ് വൈദ്യനെ കൊണ്ടൊന്ന് തടവിക്കണം. ഇത് കുറച്ച് നന്നായിട്ട് പോകുന്ന ആശ്രമം പോലത്തെ ഒരു വീടാണ്. അതിന്റെ പവിത്രത കൂടി ഇല്ലാതാക്കാനാണോ അമ്മയും മോനും കൂടി ഇങ്ങോട്ട് വന്നത്?
നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ. പക്ഷേ കണ്ണന് താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടവളെ കാണാതായതിന്റെ വിഷമത്തിൽ തന്നെയാ ഞങ്ങളും. എന്നാ ശരി മോനെ, അവള് മടങ്ങി വരും. പിന്നെ ആരുടെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ പേടിക്കാനുള്ളൂ. എന്റെ ഭഗവാനെ, അങ്ങനെ പോകാതിരിക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് പോകാം പ്രതാപ. വൈദ്യുതി ഒന്ന് കാണണം. ശരി. ശരി മക്കളെ. തോമസ് വൈദ്യനെ ഒന്ന് കാണണം. മോനെ ചികിത്സിക്കുന്ന അതേ ആളെ. വാ. വാ അമ്മേ.